മുസ്ലിമായി മരിക്കാൻ കഴിയുക? നമ്മളൊക്കെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വേഷം കൊണ്ട് നമുക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയുമോ? നമ്മുടെ രൂപം കൊണ്ട് നമുക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയുമോ? നമ്മുടെ ഭാവം കൊണ്ട് നമുക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയുമോ? അങ്ങനെ വേഷം നോക്കിയിട്ട്, കോലം നോക്കിയിട്ട്, രൂപം നോക്കിയിട്ട് ഒന്നുമല്ല എങ്കിൽ അവസാനം നമ്മൾ ഓരോരുത്തരും മരിക്കുമ്പോ നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് ഖബറടക്കുന്നത് എവിടെയാണ്? ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയുടെ ഓരത്തുള്ള ഖബർസ്ഥാനിലാണ് നമ്മുടെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് ഖബറടക്കുന്നത്. അങ്ങനെ മുസ്ലിം പള്ളിയുടെ ഓരത്തുള്ള ഖബർസ്ഥാനിൽ ഖബറടക്കി എന്നുള്ളത് കൊണ്ട് ഞാനും നിങ്ങളും മരിക്കുന്നത് മുസ്ലിമായിട്ടാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയുമോ? വിശ്വാസികളെ ഒന്ന് ചിന്തിച്ചു നോക്കി. അല്ലാഹു മുസ്ലിമായി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് എനിക്ക് ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനിയുടെ ഒരു പ്രസംഗം ഓർമ്മ വരികയാണ്. ബഹുമാന്യനായ ഉസ്താദ് അവർകൾ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്, മുസ്ലിമായി മരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചോദിക്കുകയാണ്, നമ്മളൊക്കെ ഇങ്ങനെ പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു നായ അവിടെ നിന്ന് ഇങ്ങോട്ട് കുരച്ചുകൊണ്ട് നാവൊക്കെ ഇങ്ങനെ പുറത്തിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഒലിപ്പിച്ച് ഇങ്ങനെ കടന്നു വരികയാണ്. കാണുമ്പോൾ തന്നെ അറിയാം അതൊരു പേ പിടിച്ച പട്ടിയാണ്, പേ പിടിച്ച നായയാണ്. സാധാരണഗതിയിൽ എന്ത് ചെയ്യും? എല്ലാവരും കൂടി കൊല്ലും, അതിനെ തല്ലിക്കൊല്ലും. അതിനെ തല്ലിക്കൊന്നിട്ട് അവിടെ എങ്ങും അതിനെ കുഴിച്ചിടാനുള്ള സ്ഥലമൊന്നും കിട്ടിയില്ല. അപ്പൊ നേരെ കൊണ്ടുവന്ന് ഇവിടുത്തെ അനുവാദം ചോദിച്ചിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അതിനെ കുഴിച്ചിട്ട് പള്ളിയുടെ ഖബർസ്ഥാനിന്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് കൊണ്ടുവന്ന് ഒരു കുഴിയെടുത്തിട്ട് അവിടെ കുഴിച്ചിടുകയാണ്. അങ്ങനെ മുസ്ലിമീങ്ങളെ അടക്കം ചെയ്യുന്ന ആ ഖബർസ്ഥാനിന്റെ ഓരത്തടക്കിയത് കൊണ്ട്, അതിനെ കുഴിച്ചിട്ടത് കൊണ്ടാണ്. അങ്ങനെ ഒരു മുസ്ലിം പള്ളിയുടെ ഓരത്ത് കുഴിച്ചിട്ടത് കൊണ്ട് ആ പട്ടിയെ കുറിച്ച് ആരെങ്കിലും പറയുമോ അതൊരു ബഹുമാന്യനായ മുസ്ലിം പട്ടിയാണെന്ന് പറയുമോ? അദ്ദേഹം ചോദിക്കുകയാണ്. നമുക്കറിയാം ഒരു സമയത്ത് പ്രഭാഷണത്തിന്റെ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയിരുന്ന ബഹുമാന്യനായ ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരൊന്ന് ചിന്തിച്ചു നോക്കി. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കും, എങ്ങനെയാണ് നമുക്ക് മുസ്ലിമായിട്ട് മരിക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങളൊരു മുസ്ലിമായിട്ടല്ലാതെ ലോകത്തിൽ നിന്ന് വിട പറയരുതേ. നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയമുള്ള വിശ്വാസികളെ, യഥാർത്ഥ മുസ്ലിമായിട്ട് മരിക്കാൻ കഴിയുകയാണെങ്കിൽ എന്തോരത്ഭുതങ്ങളാണ്, എന്തോരത്ഭുതങ്ങളാണ്. അവസാന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ.